ചില കഥകളുണ്ട്, കാലം കഴിയുന്തോറും അവയ്ക്ക് പ്രസക്തി കൂടിക്കൂടി വരും. 1989 ഒരാള് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു രഹസ്യം പതിറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മളെ ഇപ്പോഴും ചിന്തിപ്പിക്കുന്നു. ബോബ് ലസാർ എന്ന ഭൗതികശാസ്ത്രജ്ഞന്റെ ആ അവിശ്വസനീയമായ വെളിപ്പെടുത്തലിന്റെ ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഈ വാക്കുകളിൽ തന്നെയുണ്ടെല്ലാം. മനുഷ്യന്റെ അറിവിനും യുക്തിക്കും അപ്പുറത്തുള്ള ഒന്നിനെ നേരിട്ട് കണ്ട ഒരാളുടെ അമ്പരപ്പ്. ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരിടത്തെക്കുറിച്ചാണ് ലസാർ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോ ആരായിരുന്നു ഈ ബോബ് ലസാർ? എന്തായിരുന്നു ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച അദ്ദേഹത്തിന്റെ ആ അവകാശവാദം? വാ, നമുക്ക് ആ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. നെവാഡ മരുഭൂമിയിലെ ആളൊഴിഞ്ഞ ഒരു പ്രദേശം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രഹസ്യങ്ങളുടെയൊക്കെ കേന്ദ്രമായ ഏരിയ 51. അതിനടുത്തുള്ള അതിനേക്കാളും രഹസ്യമായ S4 എന്നു പേരുള്ള ഒരു ഭൂഗർഭ കേന്ദ്രത്തിൽ താൻ ജോലി ചെയ്തിരുന്നു എന്നായിരുന്നു ലസാറിന്റെ വെളിപ്പെടുത്തൽ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മളീ പറയുന്ന പറക്കും തളികകൾ, അതായത് ഭൂമിയിൽ നിന്നല്ലാത്ത പേടകങ്ങളുടെ ടെക്നോളജി പൊളിച്ചു പഠിച്ച് അതുപോലൊന്നുണ്ടാക്കാൻ ശ്രമിക്കുക, ഇതായിരുന്നു തന്റെ ജോലിയെന്ന് ലസാർ പറഞ്ഞപ്പോൾ അതൊരു ശാസ്ത്രീയ വെളിപ്പെടുത്തൽ മാത്രമായിരുന്നില്ല. ലോകം അന്നുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗൂഢാലോചനാ സിദ്ധാന്തത്തിന് തീ കൊളുത്തുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എങ്ങനെയാണ് ഒരു സാധാരണ യുവശാസ്ത്രജ്ഞൻ ഇത്രയും അവിശ്വസനീയമായ ഒരു പ്രോജക്റ്റിൽ എത്തിപ്പെടുന്നത്? ആ വഴികളും അത്ര സാധാരണമായിരുന്നില്ല. ഒരു ഹോംമെയ്ഡ് ജെറ്റ് കാറിൽ തുടങ്ങിയ ഒരു കൗതുകം, ഹൈഡ്രജൻ ബോംബിന്റെ പിതാവായ എഡ്വേർഡ് ടെല്ലറുമായുള്ള ഒരു പഴയ പരിചയം, ഒടുവിൽ ആ വിചിത്രമായ ഒരു ഇന്റർവ്യൂ കോൾ. ശരിക്കും ഒരു സ്പൈ സിനിമയുടെ തിരക്കഥ പോലെയായിരുന്നു ലസാറിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിച്ചത്. തുടക്കത്തിലൊക്കെ ഒരു സാധാരണ ജോലിയുടെ നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ S4 എന്ന ആ ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് കാലെടുത്തുവെച്ച ആ നിമിഷം മുതൽ താൻ എത്തിപ്പെട്ടത് മറ്റൊരു ലോകത്താണെന്ന് ലസാറിനു മനസ്സിലായി തുടങ്ങി. ലസാറിന്റെ കഥയുടെ കാതൽ എന്നു പറയുന്നത് ഇതാണ്. മനുഷ്യൻ അതുവരെ സങ്കൽപ്പിച്ചിട്ടുപോലുമില്ലാത്തൊരു ടെക്നോളജി. അദ്ദേഹം അവിടെ കണ്ടതും പഠിക്കാൻ ശ്രമിച്ചതും എന്തായിരുന്നു? ഒരു വലിയ ഹാങ്ങറിനുള്ളിൽ മനുഷ്യനിർമ്മിതമെന്ന് തോന്നാത്ത വിചിത്രമായ രൂപത്തിലുള്ള ഒരു പേടകം. അത് കണ്ട ആ നിമിഷം താൻ കുട്ടിക്കാലം മുതൽ കേട്ടിരുന്ന കെട്ടുകഥകളെല്ലാം ഒരുപക്ഷേ സത്യമായിരിക്കാമെന്ന് ലിസാർ തിരിച്ചറിഞ്ഞു. ആ ഒരു ഞെട്ടലിലാണ് എല്ലാത്തിന്റെയും തുടക്കം. ആ പേടകത്തിന്റെ ഹൃദയം എന്ന് പറയാവുന്നത് ഒരു ചെറിയ ഉപകരണമായിരുന്നു. ഒരു ബാസ്ക്കറ്റ്ബോളിന്റെ അത്രേ വലുപ്പമുള്ളൂ. പക്ഷേ അത് പ്രവർത്തിക്കുമ്പോൾ അത് സ്വന്തമായൊരു ഗ്രാവിറ്റി ഫീൽഡ് ഉണ്ടാക്കും, അതായത് ഗുരുത്വാകർഷണം. അതിന്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ രണ്ട് കാന്തങ്ങളുടെ ഒരേ പോളുകൾ അടുപ്പിക്കുമ്പോൾ തള്ളിമാറ്റുന്നത് പോലെ ഒരു അദൃശ്യ ശക്തി കൈയെ പുറകോട്ടേക്ക് തള്ളുമായിരുന്നുവെന്ന് ലസാർ പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഗുരുത്വാകർഷണത്തെ സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു യന്ത്രം. അപ്പോ ഈ മാന്ത്രിക യന്ത്രം പ്രവർത്തിക്കാൻ ഒരു ഇന്ധനം വേണ്ടേ? അതും സാധാരണ ഇന്ധനമായിരുന്നില്ല. എലമെന്റ് 115. അക്കാലത്ത് ശാസ്ത്രലോകം അങ്ങനെയൊരു മൂലകത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ലസാർ പറയുന്നത് താൻ കണ്ടത് അതിന്റെ വളരെ സ്ഥിരതയുള്ള സൂപ്പർ ഹെവിയായ ഒരു ഐസോട്ടോപ്പായിരുന്നു എന്നാണ്. അതിൽ നിന്നായിരുന്നു പേടകത്തിന് പവർ മുഴുവൻ കിട്ടിയിരുന്നത്. പേടകത്തിന്റെ ഉൾവശം അതിലും വിചിത്രമായിരുന്നു. എവിടെയും ഒരു വെൽഡിങ്ങോ സ്ക്രൂവോ വയറോ ഒന്നും കാണാനില്ല. എല്ലാം കൂടി ഒരൊറ്റ കട്ടയിൽ നിന്ന് ഉരുക്കിയെടുത്തതുപോലെ. പിന്നെ അതിന്റെ സീറ്റുകളൊക്കെ വളരെ ചെറുതായിരുന്നു. ഏകദേശം മനുഷ്യന്റെ പകുതി മാത്രം വലുപ്പമുള്ള ജീവികൾക്ക് ഇരിക്കാൻ പാകത്തിന്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സാങ്കേതികവിദ്യയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു ഡിസൈൻ. ഇതുവരെ നമ്മൾ കേട്ടത് ലസാർ പറഞ്ഞ കഥ. പക്ഷെ മറുവശത്ത് ഔദ്യോഗിക രേഖകൾ പറയുന്നതെന്താണ്? ഇവിടെയാണ് ഈ കഥ ശരിക്കും സങ്കീർണമാകുന്നത്. ലസാറിന്റെ ഭൂതകാലം പരിശോധിക്കാൻ ശ്രമിച്ചാൽ ഒരു അടഞ്ഞ വാതിലിന് മുന്നിലെത്തും. അദ്ദേഹം പറയുന്നു താൻ ലോസ് അലാമോസ് നാഷണൽ ലാബിൽ ഒരു ഫിസിസിസ്റ്റായിരുന്നു എന്ന്. പക്ഷേ ലോസ് അലാമോസ് അത് ശക്തമായി നിഷേധിച്ചു. അദ്ദേഹം പറയുന്നു താൻ MITയിലും കാൽടെക്കിലും പഠിച്ചു എന്ന്. പക്ഷേ ആ യൂണിവേഴ്സിറ്റികളുടെ രേഖകളിൽ അങ്ങനെ ഒരാളെയില്ല. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. അന്വേഷണത്തിനിടയിൽ 1982 ഒരു ലോസ് അലാമോസ് ഫോൺ ബുക്ക് കിട്ടി. അതിലെ ശാസ്ത്രജ്ഞരുടെ ലിസ്റ്റിൽ ലസാർ റോബർട്ട് എന്ന പേരുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ജനന വിദ്യാഭ്യാസ രേഖകളെല്ലാം ദുരൂഹമായി അപ്രത്യക്ഷമായി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അദ്ദേഹത്തിന്റെ ചരിത്രം ആരെങ്കിലും ബോധപൂർവം മായ്ച്ചു കളഞ്ഞതാണോ? എന്തിനാണ് ലസാർ ഇത്രയും വലിയൊരു രഹസ്യം പുറത്തുവിട്ടത്? അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടായിരുന്നു എന്നദ്ദേഹം വിശ്വസിച്ചു.
ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അധികാരികൾക്ക് സംശയമായി. അതോടെ തന്റെ ജീവൻ അപകടത്തിലാണെന്ന് ലെസാർ ഭയന്നു. ലോകം മുഴുവൻ അറിയുന്ന ഒരാളെ അത്ര പെട്ടെന്നില്ലാതാക്കാൻ കഴിയില്ലല്ലോ. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് അദ്ദേഹം എല്ലാം വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ പതിറ്റാണ്ടുകൾക്കിപ്പുറം ബോബ് ലെസാറിന്റെ കഥ വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അന്ന് പറഞ്ഞ പല കെട്ടുകഥകളും ഇന്ന് ശാസ്ത്രീയ സത്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നോക്കൂ, 1989 ലെസാർ എലമെന്റ് 115നെക്കുറിച്ച് സംസാരിച്ചു. 2004 ശാസ്ത്രജ്ഞർ മോസ്കോവിയം എന്ന പേരിൽ എലമെന്റ് 115 ആദ്യമായി നിർമ്മിച്ചു. ശരിയാണ്, അത് വളരെ അസ്ഥിരമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്ന് സാധ്യമാണെന്ന് തെളിഞ്ഞു. പിന്നെ അദ്ദേഹം ഗുരുത്വാകർഷണ തരംഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. 2016 ആ തരംഗങ്ങളെ ആദ്യമായി നേരിട്ട് നിരീക്ഷിച്ചതായി ശാസ്ത്രലോകം പ്രഖ്യാപിച്ചു. അന്ന് ഭ്രാന്തെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യങ്ങൾക്ക് ഇന്ന് ശാസ്ത്രീയമായ അടിത്തറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ലെസാർ ആ പേടകങ്ങളുടെ പറക്കലിനെക്കുറിച്ച് ചില പ്രത്യേകതകൾ വിവരിച്ചിരുന്നു. ഊഹിക്കാൻ പോലും പറ്റാത്ത വേഗത, നിമിഷനേരം കൊണ്ട് ദിശമാറൽ, ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുന്ന പ്രകടനങ്ങൾ. ഇതേ കാര്യങ്ങളാണ് കമാൻഡർ ഡേവിഡ് ഫ്രേവറിനെ പോലുള്ള US നേവി പൈലറ്റുമാർ ഇപ്പോൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ കണ്ട ടിക്ടാക് ആകൃതിയിലുള്ള അജ്ഞാത പേടകങ്ങൾ സഞ്ചരിക്കുന്നത് ലെസാർ വിവരിച്ച അതേ രീതിയിലാണ്. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: ബോബ് ലെസാർ ഒരു തട്ടിപ്പുകാരനാണോ, അതോ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്കുള്ളൊരു താക്കോൽ നമുക്ക് നൽകിയ വ്യക്തിയോ? ശരിയാണ്, അദ്ദേഹത്തിന്റെ കഥ പൂർണ്ണമായി തെളിയിക്കാനായിട്ടില്ല. പക്ഷേ ആകാശത്ത് എന്തൊക്കെയോ അജ്ഞാത വസ്തുക്കൾ പറക്കുന്നുണ്ടെന്ന് ഇന്ന് ഗവൺമെന്റുകൾ തന്നെ സമ്മതിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ലെസാറിന്റെ വാക്കുകളെ എങ്ങനെയാണ് നമുക്ക് വെറുമൊരു ഭ്രാന്തന്റെ ജൽപ്പനമായി തള്ളിക്കളയാൻ കഴിയുക? ഒരുപക്ഷേ അദ്ദേഹം നമുക്ക് മുന്നിൽ തുറന്നു തന്നത് ആ വലിയ രഹസ്യങ്ങളുടെ ലോകത്തേക്കുള്ള ഒരു ചെറിയൊരു വാതിൽ മാത്രമായിരിക്കാം. ബാക്കിയുള്ള സത്യങ്ങൾ ഇന്നും എവിടെയോ ഇരുട്ടിൽ മറഞ്ഞിരിപ്പുണ്ടാവാം.